ഇവന്റെ വൈഫ് ഇപ്പോഴും നീ നിന്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെ മറന്നിട്ടില്ല അല്ലേ? നീ ഇപ്പോഴും അഫയറിൽ തന്നെ ആണെന്നും പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിച്ച് വീട്ടിൽ നിന്ന് പിണങ്ങി പോകുന്നുണ്ട്. ആ ഒരു വിഷമത്തില് ഇവനാന്ന് വെച്ചാല് ഭയങ്കരമായിട്ട് കുടിച്ച് തന്റെ ഭാര്യയുടെ ഫോട്ടോ നോക്കിയിട്ട് അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള രൂപത്തില് അവൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ള രൂപത്തിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഈ ഭർത്താവിന്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഭാര്യ വീട് മൊത്തം ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവൻ ഒറ്റയ്ക്കിരുന്ന് ഈ വർത്താനം പറയുന്നതെല്ലാം ഭാര്യ ഫോണിലൂടെ കാണുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ഭാര്യ തന്റെ ഭർത്താവ് ഒരിക്കലും തന്നെ ചതിച്ചിട്ടില്ല എന്നും അവൻ തന്നെ മാത്രമേ ഇപ്പൊ സ്നേഹിക്കുന്നുള്ളൂ എന്നും മനസ്സിലാക്കാണ്. അതുകൊണ്ട് തന്നെ അവൾ തിരിച്ച് വീട്ടിലേക്ക് വരാമെന്ന് തീരുമാനിച്ച് തന്റെ ഭർത്താവിനോട് വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, സോറിയും ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു കറക്റ്റ് ടൈമിൽ അവന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള താരങ്കി അവിടേക്ക് പാസ്പോർട്ട് എടുക്കാനായിട്ട് വരുന്നുണ്ട്. ഇവൻ ഭയങ്കരമായിട്ട് കുടിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ തന്റെ ഭാര്യയാണ് വന്നിരിക്കുന്നത് എന്ന് വിചാരിച്ച് താരങ്കിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇതെല്ലാം വൈഫാണെന്ന് വെച്ചാൽ ഫോണിലൂടെ കാണുന്നുണ്ടായിരുന്നു. അവസാനം ഞാൻ വിചാരിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു എന്ന് ഭാര്യ ഉറപ്പിച്ചിട്ട് തന്റെ ഭർത്താവിനെ കാണാനായിട്ട് വീട്ടിലേക്ക് കാറിൽ ഫാസ്റ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേസമയം താരങ്കിയുടെ ഫോണിൽ തന്നെ ഫേസ്ബുക്ക് ലൈവ് പോകുന്നുണ്ടായിരുന്നു. അത് അവൾ അറിയുന്നുണ്ടായിരുന്നില്ല. കൈ തട്ടി എങ്ങനെയോ ആയതായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ലോകം മുഴുവൻ അവര് തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പ് കാണാനിട വരാണ്. ഭാര്യയും കറക്റ്റ് അവിടേക്ക് എത്തുന്നുണ്ട്. അവളുടെ ഭർത്താവിനോട് ഇപ്പൊ ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയില്ല കാര്യങ്ങൾ എന്നെല്ലാം പറഞ്ഞ് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഭർത്താവ് ആണായിട്ട് പറയുന്നുണ്ട്. എന്നാൽ താനെല്ലാം ഫോണിലൂടെ കാണുന്നുണ്ടെങ്കിലും ഈ വീട് മൊത്തം ക്യാമറയാണെന്നും അവള് ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ വിളിച്ചു പറയാണ്. ഇതെല്ലാം ഫേസ്ബുക്ക് ലൈവിലൂടെ എല്ലാവരും കാണുന്നുണ്ടായിരുന്നു. ഇപ്പൊ അവരുടെ ഫ്രണ്ട്സ് ആണെന്ന് വെച്ചാൽ വിളിച്ചിട്ട് ഇപ്പൊ ഫേസ്ബുക്ക് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും വേഗം തന്നെ അത് ഓഫ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ലോകം മൊത്തം ഇത് കണ്ട വിവരം അവര് 3 പേരും അറിയാണ്. താരങ്കി ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് ഇനി എന്നെ ആരും കല്യാണം കഴിക്കില്ല എന്നും എന്റെ ജീവിതം തന്നെ നിങ്ങൾ 2 പേരും കൂടി തകർത്തു എന്നും പറഞ്ഞ് അവിടെ നിന്ന് പിണങ്ങി പോകുന്നുണ്ട്. ഇത് കണ്ട വൈഫിനും ഭയങ്കരമായിട്ട് സങ്കടം തോന്നാണ്. അവര് 2 പേരും ഒരു തെറ്റും ചെയ്യാതെ തന്നെ തന്റെ സംശയം കൊണ്ടാണ് ഇത്ര അധികം കാര്യങ്ങൾ നടന്നേ എന്ന് വൈഫിനും മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ പിറ്റേ ദിവസം എന്ന് വെച്ചാൽ താരങ്കി തിരിച്ച് ഓസ്ട്രേലിയക്ക് പോകാണെന്ന് പറഞ്ഞ് യാത്ര ചോദിക്കാനായിട്ട് ഇവരുടെ 2 പേരുടെ അടുത്തേക്ക് വരാണ്. അപ്പോഴാണ് താരങ്കി ഒരു സത്യം പറയുന്നത്, അവള് പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം. ഇനിയിപ്പോ എന്റെ ലവറും എന്നെ സ്വീകരിക്കില്ല, ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ കുട്ടിയെ ഞാൻ ഒറ്റയ്ക്ക് വളർത്തേണ്ടി വരുമെന്നും താരങ്കി പറയാണ്. ഇത് കേട്ട് വിഷമം വന്ന വൈഫാന്ന് വെച്ചാല് നീ ആ കുട്ടിയെ ഞങ്ങൾക്ക് തന്നിട്ട് പോ, ഞങ്ങൾ ആ കുട്ടിയെ നന്നായി തന്നെ നോക്കിക്കൊണ്ട് എന്ന് പറയാണ്. എന്നാൽ താരങ്കിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമായോണ്ട് തന്നെ ഇല്ല, ഈ കുട്ടിയെ ഞാൻ തന്നെ നോക്കുമെന്ന് ഉറപ്പിച്ച് പറയാണ്. എന്നാൽ ആ ഒരു വൈഫിന് താൻ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായേ എന്നുള്ള ഒരു കുറ്റബോധത്തോട് തന്നെ എന്നാ നമുക്ക് 3 പേർക്കും കൂടി ഈ ഒരു കുട്ടിയെ വളർത്താം, ഒരച്ഛനില്ലാതെ ഈ കുട്ടി വളരണ്ട, നീ ഇവിടെ തന്നെ നിൽക്കുമെന്ന് ആ വൈഫ് തന്നെ പറയാണ്. അങ്ങനെ താരങ്കിയും തന്റെ കുട്ടിക്ക് ഒരു അച്ഛൻ വേണം എന്നുള്ള ഒരു നിലയിൽ അതിന് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ആക്ച്വലി എന്താ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഇതെല്ലാം ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതായിരുന്നു. താരങ്കി ഇനി കല്യാണം കഴിക്കില്ലാന്നും അവൾ ഇത്ര നാളും അവൻ ആലോചിച്ച് കഴിയാണെന്നും മനസ്സിലാക്കി അവനാന്ന് വെച്ചാല് താരങ്കിയെ ഒറ്റക്കിടാനായിട്ട് ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയുണ്ട് അവന്റെ പ്ലാൻ ആയിരുന്നു ഇത്. തന്റെ ഭാര്യയില് സംശയം ഉണ്ടാക്കാൻ വേണ്ടി അവൻ ഓരോന്ന് ചെയ്തു കൂട്ടിയതായിരുന്നു. അവസാനം അവൻ വിചാരിച്ച പോലെ തന്നെ 3 പേരും ഇപ്പൊ ഒന്നിച്ച് കഴിയാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവര് പ്ലാൻ ചെയ്ത പോലെ തന്നെ അവനും ആ 2 പെണ്ണുങ്ങളും ഒരു വീട്ടിൽ ഒന്നിച്ച് താമസിക്കുകയാണ്.